നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഓട്ടോച്ചേട്ടനെ കണ്ട ഉടനെ ഇത്രയും കാലം മിണ്ടാതിരുന്ന ഗന്ധർവൻ പെട്ടെന്ന് വീണ്ടും കത്തയച്ചു. അപ്പോ ആ ഓട്ടോച്ചേട്ടൻ ഗന്ധർവനെ കണ്ട് സംസാരിച്ചു കാണും. ആ ചേട്ടനെ കണ്ട് സംസാരിച്ചാൽ ഗന്ധർവനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടും. കരുണാകരൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇന്ന് നേരത്തെ ഇറങ്ങാം. സർ, എന്താ സർ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് എടുത്തോട്ടെ? ഒരു പ്രധാനപ്പെട്ട... എന്തിനാണെന്നൊന്നും എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ലീവ് വേണം, അത്രയല്ലേ ഉള്ളൂ. അതെ, തന്നിരിക്കുന്നു. പോകോ. ഒരുപാട് നന്ദിയുണ്ട് സർ. അയ്യോ, നന്ദിയൊന്നും വേണ്ട. നീ എങ്ങോട്ടാ ഈ ധൃതി പിടിച്ചു പോകുന്നത്? അത് ഒരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. അതിന് കരുണാകരൻ പോവാൻ സമ്മതിക്കണ്ടേ? സാറ് പൊക്കോളം പറഞ്ഞു. അത് അത്ഭുതമാണല്ലോ. ശരിയേ. ആദ്യം ഓട്ടോച്ചേട്ടനെ വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കാം. ഹലോ, എന്താ പാറു? ചേട്ടൻ എന്നെ കമ്പനിയിൽ ഇറക്കി വിട്ടതിന് പുറകെ എനിക്ക് ഗന്ധർവന്റെ ഒരു പാഴ്സല് വന്നു. ആണോ? എന്നിട്ട് ഗന്ധർവൻ എന്ത് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയാ. അദ്ദേഹത്തിന് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ സംഭവിച്ചു. ഇപ്പൊ എല്ലാം വ്യക്തമായി എന്നും എഴുതിയിട്ടുണ്ട്. അത് നന്നായല്ലോ. ചേട്ടൻ വീണ്ടും ഗന്ധർവനെ കണ്ടിരുന്നോ? എന്നോട് സംസാരിച്ചതിനെ പറ്റി പറഞ്ഞോ? ഞാൻ ഗന്ധർവനെ കണ്ടിരുന്നെങ്കിൽ കയ്യോടെ മോളുടെ അടുത്തേക്ക് കൊണ്ടുവരില്ലേ? ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? നമുക്ക് ഒരുമിച്ച് ഗന്ധർവനെ അവസാനമായിട്ട് കണ്ട സ്ഥലത്ത് പോയി ഒന്ന് അന്വേഷിക്കാം. അയ്യോ മോളെ, ഞാൻ സ്ഥിരമായി പ്രായമായ ഒരു ചേച്ചിയെ ആശുപത്രി ചെക്കപ്പിന് കൊണ്ടുപോയി തിരിച്ചെത്തിക്കാറുള്ളതാ. അവരുടെ മകൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലിയാണ്. അതിന് മുടക്കം വരുത്താൻ പറ്റില്ല മോളെ. ശരി. എന്നാലേ ഗന്ധർവനെ അവസാനമായിട്ട് എവിടെയാണ് കണ്ടതെന്ന് പറയാമോ? ഞാൻ അവിടെ പോയി അന്വേഷിച്ചോളാം. ശരി മോളെ, ഞാൻ അഡ്രസ് അയച്ചു തരാം. എന്റെ ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മോളെ വിളിക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ശരി ഏട്ടാ. പ്രിയ, അല്ല നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? എടാ, എനിക്ക് പാറുവിനെ ഒന്ന് പെട്ടെന്ന് കാണണം. എന്റെ ഫോണ് കഷ്ടകാലത്തിന് കേടുവന്നു. എന്തിനാണാ നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? എന്താടാ കാര്യം? എടാ, പാറുവിന്റെ ശമ്പളം കാണാതെ പോയപ്പോ ഞാനത് തിരഞ്ഞു കണ്ടുപിടിച്ചില്ലേ. അന്ന് എന്റെ കൂടെ നടന്ന് എന്നെ സഹായിച്ച ഒരു ഓട്ടോക്കാരനുണ്ടായിരുന്നു. അയാളെ പാറു ഒന്ന് കണ്ടുമുട്ടി. അയാള് പാറുവിനോട് എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അതാ പാറുവിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ധൃതി കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ കരുണാകരൻ അവളെ വിടില്ല. നീ അവളെ ഒന്ന് വിളിച്ചോണ്ട് വാ. അത് ശരി. പാറുവിനോട് നീയാണ് ഗന്ധർവനെന്ന് എന്നെയോ നീ പറയാൻ സമ്മതിക്കുന്നില്ല. അവളായിട്ട് കണ്ടുപിടിക്കട്ടാ. എടാ, നീ കളിക്കാൻ നിൽക്കരുത്. ഇത് ഗൗരവമുള്ള വിഷയമാ. നിനക്ക് പാറുവിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല. മോഹന,
എടാ പാറു ഇപ്പൊ ഈ കമ്പനിയിൽ ഇല്ല. ഏ? പിന്നെ ഞാൻ എങ്ങനെയാടാ കൊണ്ടുവരുന്നേ? എടാ നീ എന്താ ഈ പറയുന്നേ? അവൾ ഇവിടെ ജോലിക്ക് കയറിയപ്പോ എന്നെ വിളിച്ച് പറഞ്ഞാണല്ലോ. ആ അതൊക്കെ ശരിയാ, പക്ഷെ എന്താന്നറിയില്ല, അവള് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു. എന്തത്ഭുതമാ സംഭവിച്ചതെന്നറിയില്ല. കരുണാകരൻ അപ്പൊ തന്നെ പോവാൻ അനുവാദം കൊടുത്തു. അവൾ എങ്ങോട്ടാ പോയെന്ന് ജയന്തിയോടോ സൗന്ദര്യോടോ പറഞ്ഞോ? ഇല്ല, ഞങ്ങള് അതിനെക്കുറിച്ച് സംസാരിച്ചതാ.